ഒരു വക്കീലാവാനാ എനിക്ക് ആഗ്രഹം. ആ അത് കൊള്ളാം, അതിന് നീ ശോഭിക്കും. മാത്രല്ല നാക്കിന് നല്ല നീളമുള്ളതുകൊണ്ട് അതിന് നല്ലോണം ശോഭിക്കും. ഈ വീട്ടിലുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. ഇതൊരു വീടാ, മനുഷ്യര് താമസിക്കുന്ന സ്ഥലം, അല്ലാതെ ചന്തയല്ല. ആദ്യം അവരവരുടെ പെരുമാറ്റങ്ങളും അവരവരുടെ സംസാരങ്ങളും നിയന്ത്രിക്ക്. അത് കഴിഞ്ഞു നോക്കാം എന്റെ മനോഭാവം മാറ്റുന്ന കാര്യം. എന്തായാലും രാജകുമാരി മരുമോള് കുടുംബമേ അവിയല് പരുവത്തിലാക്കി. എടി പെണ്ണേ, നീ ആ രാജകുമാരി പെണ്ണിന് വല്ല വിഷവും കലക്കി കൊടുക്ക്. അവള് കാരണമാ നീ കണ്ട അടിയൊക്കെ വാങ്ങിച്ചു കൂടുന്നേ. അതുള്ള കാര്യ അർജുന്റെ ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഈ കൊച്ചുടനെ അടികൊണ്ട് ചാവും. ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ കരുതി കെട്ടിപ്പറക്കി പോയി കാണുന്നു. അങ്ങനെ പോവേണ്ടതാ, പൈസയുടെ ഇടപാടുള്ളത് കൊണ്ടാ പോവാത്തത്. തല്ലിയാലും ചവിട്ടി അരച്ചാലും സഹിച്ചല്ലേ പറ്റൂ. എടോ, ഇതിപ്പോ ഞാൻ എന്തു പറയാനാ? താനൊന്നും പറയണ്ട, ഞാനതൊക്കെ നേരത്തെ തന്നെ മറന്നു. ഇപ്പോ എല്ലാം ശീലമായില്ലേ. രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ വെറുതെ സംസാരിക്കുമായിരുന്നു. വിട്ടുകള മോളെ, നമുക്കതേ ചെയ്യാനുള്ളൂ. ഞാനും ഇയാളോട് പറയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ആരുടെ മുന്നിലും നിന്ന് കരയരുത്. ഇത്രയും വർഷം കൊണ്ട് ഞാൻ പഠിച്ച പാഠം അതാ. എത്ര കരയാതിരിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോഴെങ്കിലും എന്റെ പിടിവിട്ട് പോകാറുണ്ട്. പക്ഷെ നിനക്കതിന് കഴിയും എന്ന് ഉറപ്പുണ്ട് ചന്ദ്രാമ്മയ്ക്ക്. ഒരു ആപത്ഘട്ടം വന്നപ്പോ കൈനീട്ടി നിന്നെ സഹായിച്ച ആളാ രമ മേഡം. ജീവിതത്തെ താങ്ങി നിർത്തുന്ന കൈകൾക്ക് ശിക്ഷിക്കാനും അധികാരമുണ്ടെന്ന് കരുതിയാ മതി. നിങ്ങളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നേരത്തെ ഉണ്ടായ സംഭവമാണോ? മോളെ ചിന്നു, അടിയുടെ വേദന ഇന്നോ നാളെയോ മാറും. പക്ഷേ മനസ്സിലുണ്ടാകുന്ന വേദന അത് മാറാൻ ഞാനൊരു കാര്യം പറയാം. നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാ ഇവരും ഞാനും ഒക്കെ നിന്നെ ആശ്വസിപ്പിക്കാൻ വന്നത്. സ്വന്തം മകന്റെ ഭാര്യയെ തല്ലാനുള്ള ദേഷ്യം നിന്നോട് തീർക്കുന്ന വിവരദോഷിയായ ഒരു ഭാര്യ എന്റേത്. അവൾക്ക് അത്രയ്ക്കുള്ള വിവരേ ഉള്ളൂന്ന് നീ കരുതിയാ മതി. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം.
ചെറിയ പ്രായമോ നിന്റേത്. ഈ പ്രായത്തിൽ ഈ വീട്ടിലെ ജോലിക്കാരിയായി നിന്ന് സമയം കളയാതെ ഞാൻ ഇന്നാള് പറഞ്ഞതുപോലെ എന്തെങ്കിലും പഠിക്ക്. എന്നിട്ട് സ്വന്തം കാലിൽ നിന്ന് അമ്മയെ നോക്കി ജീവിക്ക്. അതിനുള്ള കാശും സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ദേ, നീ അതിന് തയ്യാറായ മാത്രം മതി. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് ആലോചിക്കാം. എടാ മഹി, നീ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാടാ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ഞാനെന്ത് പറയാനാ? ഇയാളോട് രമാമ്മ അങ്ങനെയൊക്കെ കാണിക്കാൻ പാടില്ലായിരുന്നു. അത്ര തന്നെ. എടാ, എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞാൽ മണ്ടത്തരമാണോടാ പറയുന്നേ? അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞതല്ലേ. ചിന്നുവിന് പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കോഴ്സ് നീ പറ. നിന്റെ സ്ഥിരം കളിയാക്കളുണ്ടല്ലോ, അതുപോലെ പറഞ്ഞാ മതി. ചിന്നുവിനെ പഠിപ്പിച്ച ഒരു ടീച്ചറാക്കിയാലോ? എന്തിന്? പിള്ളേര് മണ്ടത്തരം പഠിക്കാനോ? ആ, അവന്റെ ഉള്ളിലെ സിംഹം ഉണർന്നു. ഡേ, ടീച്ചർ വേണമെങ്കിലേ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാം. സിവിൽ എഞ്ചിനീയറിംഗ്. എന്തിന്? ഇനി ആ കെട്ടിടം പൊളിഞ്ഞു വീണ് ആളുകൾ മരിക്കാനാ? തോന്നും നിർത്തിക്കേ. എനിക്കിഷ്ടം എന്താണെന്ന് ഞാൻ പറഞ്ഞോളാം. ആ, മോള് പറ. എനിക്കിഷ്ടം LLB പഠിക്കാനാ. ഒരു വക്കീലാവാനാ എനിക്ക് ആഗ്രഹം. ആ, അത് കൊള്ളാം. അതിന് നീ ശോഭിക്കും. മാത്രല്ല, നാക്കിന് നല്ല നീളമുള്ളതുകൊണ്ട് അതിന് നല്ലോണം ശോഭിക്കും. കളിയാക്കണ്ട. ചിലരങ്ങനെ ശോഭിക്കുന്നുണ്ടല്ലോ.